ഹായ് ഹലോ, നമുക്ക് ഇന്നൊരു ഹാങ്ങിങ് ഫ്ലവർ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ച നൂലും വെള്ള നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നൂലെടുക്കുക, എന്നിട്ട് ഒരു കെട്ടിടുക. കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് ചുറ്റിട്ട് സൂചി നൂലിൻ്റെ അടിയിൽ കൂടി ഇറക്കി ഈ നൂല് വലിച്ച് പുറത്തെടുത്തിട്ട് വലിച്ചെടുക്കുമ്പോൾ കെട്ട് വീഴും. അങ്ങനെ കെട്ടിട്ടതിന് ശേഷം നമുക്ക് 4 ചെയിൻ 1 2 3 4 ചെയിൻ കൊടുത്തു. അതിന് ശേഷം ത്രിബിൾ ക്രോഷേ 2 പ്രാവശ്യം ഈ സൂചിൻ്റെ നൂല് ചുറ്റിയിട്ട് ഈ ആദ്യത്തെ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിനിലേക്ക് നമുക്ക് തയ്ച്ച് വെക്കാം. ആദ്യം ഈ 2 ലൂപ്പിലൂടെ, പിന്നെ വീണ്ടും 2 ലൂപ്പ്, വീണ്ടും 2 ലൂപ്പ്, അത് ത്രിബിൾ ക്രോഷയായി. അതിനുശേഷം ഒരു ചെയിൻ, അതിനുശേഷം വീണ്ടും ഒരു ത്രിബിൾ ക്രോഷേ, 1 2 ത്രിബിൾ ക്രോഷയായി. വീണ്ടും ഒരു ചെയിൻ, അതിനുശേഷം മൊത്തം നമുക്ക് 4 ത്രിബിൾ ക്രോഷേ വേണം. അടുത്ത ത്രിബിൾ ക്രോഷേ മൊത്തത്, അപ്പം 3 ത്രിബിൾ ക്രോഷയായി. വീണ്ടും ഒരു ചെയിൻ ഇട്ടതിന് ശേഷം വീണ്ടും ഒരു ത്രിബിൾ ക്രോഷേ. അങ്ങനെ മൊത്തം 4 ത്രിബിൾ ക്രോഷേ നമ്മൾ തുന്നി. 1 2 3 4. വീണ്ടും 4 ചെയിൻ, 1 2 3 4 ചെയിൻ ഇട്ടതിന് ശേഷം ഈ സെയിം പ്ലേസിൽ തന്നെ നമുക്കത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു അന്നേരം നമുക്കത് ഇങ്ങനെ കെട്ടി കണ്ടോ. ഇനി അതിന് ശേഷം നമുക്ക് വീണ്ടും 14 ചെയിൻ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 ചെയിനിട്ട് ഇനിയും അതിന് ശേഷം ഒരു ഡബിൾ ക്രോഷേ 4ാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ തുന്നിയെടുക്കാം. എന്നിട്ട് 3 ഡബിൾ ക്രോഷേ, 1 2 3 ഈ സെയിം പ്ലേസിൽ തന്നെയാണ് തുന്നുന്നത്. അതിന് ശേഷം 3 ത്രിബിൾ ക്രോഷേ, 1 2 3. ഇനി 3 ചെയിൻ ഇട്ടിട്ട് ആദ്യത്തെ ചെയിനുണ്ടല്ലോ അവിടെ നമുക്കത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമുക്ക് അവിടെ ഒരു മുട്ട് പോലെ. വീണ്ടും ആ സെയിം പ്ലേസിൽ തന്നെ 3 ത്രിബിൾ ക്രോഷേ, 1 2 3. വീണ്ടും ആ സെയിം പ്ലേസിൽ തന്നെ 3 ഡബിൾ ക്രോഷേ, 1 2 3. അതിനുശേഷം 3 ചെയിൻ, ആ സെയിം പ്ലേസിൽ തന്നെ നമുക്കത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു ഇല കിട്ടിയില്ലേ, ഇത് നമുക്ക് പൂ തയ്ക്കാനുള്ള ഇവിടെ നമുക്ക് പൂ തയ്ക്കണം. ഇത് നമുക്ക് ഇവിടെ ഒരു ഇല കിട്ടി. ഇനി വീണ്ടും നമുക്ക് ഈ സെയിം നൂലിൽ തന്നെ 14 ചെയിൻ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 ചെയിനിട്ട് ഇനി ഇവിടെ ഞാൻ ഇതാണ് തയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ത്രിബിൾ ക്രോഷേ, എന്നിട്ട് 4ാമത്തെ ചെയിനിൽ നമുക്ക് തയ്ക്കാം. ആ സെയിം അവിടെ തയ്ച്ച ആ സെയിം 4 ത്രിബിൾ ക്രോഷയും ഒരു ത്രിബിൾ ക്രോഷ കഴിഞ്ഞൊരു ചെയിൻ, അത് കഴിഞ്ഞിട്ട് അടുത്ത ത്രിബിൾ ക്രോഷ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 4 ചെയിനും സ്ലിപ്പ് സ്റ്റിച്ചും.
അങ്ങനെ നമ്മൾ ആ സെയിം പാറ്റേൺ ഇവിടെയും തുന്നിക്കഴിഞ്ഞു. ഇനി വീണ്ടും നമുക്ക് 14 ചെയിൻ 2 3 4 5 6 7 8 9 10 11 12 13 14. എന്നിട്ട് നമുക്ക് ഈ ഇല ഒരു ഇലയും കൂടെ നമുക്ക് ഇവിടെ തുന്നി കൊടുക്കാം. 3 ഡബിൾ ക്രോഷേ നാലാമത്തെ ചെയിനിൽ 1 2 3 നാലാമത്തെ ചെയിനിൽ 3 ഡബിൾ ക്രോഷേ ഇടും. 3 അങ്ങനെ രണ്ടാമത്തെ ഇലയും ഞാൻ തുന്നിക്കഴിഞ്ഞു. ഇനി നമുക്കിത് വീണ്ടും 10 ചെയിൻ ഇട്ട് നമുക്കിത് കട്ട് ചെയ്യും. 10 ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യും. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഫ്ലവർ തയ്ക്കാനുള്ള 2 മുട്ടും 2 ഇലയുമായിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമുക്കിതിൽ ഫ്ലവർ തയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ള നൂലാണ് എടുത്തിരിക്കുന്നത്. വെള്ള ഫ്ലവർ തയ്ക്കാം. അതിനായിട്ട് ഈ സ്പേസിൽ നമുക്ക് ഈ നൂല് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ സ്പേസിൽ ആ നൂല് ഞാൻ ജോയിൻ ചെയ്ത് അതിന് ശേഷം 6 പ്രാവശ്യം നമുക്ക് ലൂപ്പ് വലിച്ച് നൂല് വലിച്ച് പുറത്തെടുക്കാം. 1 2 ആ സെയിം സ്പേസിൽ കൂടി തന്നെ 3 4 5 6. എന്നിട്ട് ആ 6 മൊത്തം ലൂപ്പിലൂടെ നമുക്ക് ഈ നൂല് വലിച്ച് പുറത്ത് കൊണ്ടു ചെയിനിടാം. അപ്പം നമുക്കിങ്ങനെ കിട്ടും. അതുപോലെ എല്ലാ സ്പേസിലും 2 3 4 5 സ്പേസ് ഉണ്ട്. 5 സ്പേസിലും നമുക്ക് അതുപോലെ തന്നെ തുന്നണം. ഇനി രണ്ടാമത്തെ സ്പേസിലും അതുപോലെ തന്നെ നൂല് 6 പ്രാവശ്യം വലിച്ചെടുക്കുക. 2 3 4 5 6. അടുത്ത് എല്ലാ നൂലത്തോടെയും നമുക്ക് ആ നൂല് വലിച്ച് പുറത്തെടുത്ത് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ സ്പേസിലും നമുക്ക് തുന്നിയെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ സ്പേസിലും സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് ആദ്യം നമ്മൾ ആ തുന്നി എടുത്ത സ്ഥലമുണ്ടല്ലോ അവിടെ നമുക്കിത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയ്ത് അതിന് ശേഷം 3 ചെയിൻ ഇട്ട് കൊടുക്കാം. 2 3. എൻ്റെ ഈ അടുത്ത സ്പേസ് ഉണ്ടല്ലോ ആ സ്പേസിൽ നമുക്കൊരു ഡബിൾ ക്രോഷേ ഇട്ടു. അതിന് ശേഷം 3 ചെയിൻ കൊടുത്തതിന് ശേഷം ഈ 3 ചെയിൻ ഇതൊരു ഡബിൾ ക്രോഷേ ആയിട്ട് നമുക്ക് കണക്കും. ഈ 2 ഡബിൾ ക്രോഷിൻ്റെയും നടുക്കു അനക്കായിട്ട് നമുക്ക് ഇത് സിംഗിൾ ക്രോഷേ ചെയ്യാം. അന്നേരം ഇങ്ങനെ ഒരു മുട്ട് പോലത്തെ ഇത് വീണ്ടും നെക്സ്റ്റ് സ്പേസിൽ ഡബിൾ ക്രോഷയ്ക്ക് ശേഷം 3 ചെയിൻ ഇട്ടതിന് ശേഷം ഈ 2 ഡബിൾ ക്രോഷയുടെയും ഇടയ്ക്ക് അത് സിംഗിൾ ക്രോഷേ. വീണ്ടും നെക്സ്റ്റ് ചെയിൻ ആയിട്ട് വരും. ആ ചെയിനിൽ വീണ്ടും ഡബിൾ ക്രോഷേ. വീണ്ടും നമുക്ക് 3 ചെയിൻ ഈ 2 ഡബിൾ ക്രോഷയുടെ നടുക്ക് സിംഗിൾ ക്രോഷേ. ഇങ്ങനെ നമുക്ക് ഇത് മൊത്തം 10 എണ്ണം കിട്ടും. ഇതിപ്പോൾ ഞാൻ 3 എണ്ണമായി, ബാക്കി 7 എണ്ണവും കൂടെ നമുക്ക് തുന്നി വരും. അങ്ങനെ ഞാൻ 10 എണ്ണവും തുന്നി അതിന് നമുക്കൊരു ഫ്ലവർ കിട്ടി ഉണ്ടാവും.
നല്ലൊരു ഫ്ലവർ കിട്ടി. നമുക്കിനി ഈ നൂലൊന്ന് കട്ട് ചെയ്യാം. നൂല് ഞാൻ കട്ട് ചെയ്തു. ബാലൻസ് വന്ന നൂല് നമുക്കിവിടെ തിരുമ്പ് കട്ട് ചെയ്തു. നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ കിട്ടി. ഇതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഫ്ലവർ തയ്ച്ചെടുക്കും. ഇങ്ങനെ ഞാൻ പോർഷനിലും പിന്നെ ഫ്ലവർ തുന്നി ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊരു ഹാങ്ങിങ് ഫ്ലവർ കിട്ടി. ഇനി ഇതെങ്ങനെയാണ് ഹാങ്ങിങ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.